ഹലോ, അപ്പോൾ നമ്മൾ ഡേ 1 ഉടുപ്പി മോർണിംഗ് കാണാൻ പോയത് ശ്രീകൃഷ്ണമാത ടെമ്പിളാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് മിത്ര സമാജിലേക്കാണ്. വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് അവിടെ. അതവിടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള മാംഗ്ലൂരിയൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കുമാണ്. നമ്മളവിടെയുള്ള എല്ലാ സ്പെഷ്യൽ ഐറ്റംസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാംഗ്ലൂർ ബൺസ്, ബനാന ബൺസ്, അത് അതിൻ്റെ കൂടെ നമുക്ക് ചട്നിയാണ് തരിക. പിന്നെ അതുപോലെ സജജ ബാജ്ലി, പിന്നെ നമുക്ക് പൈനാപ്പിളിൻ്റെ കേസരി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു മാംഗോ ഡ്രിങ്ക്, മസാല ദോശ, അങ്ങനെ എല്ലാ ഐറ്റംസും സ്പെഷ്യലായിട്ടുള്ളത് അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അതിന് പായാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ മാംഗോ ഡ്രിങ്ക്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ശ്രീകൃഷ്ണമാത ടെമ്പിളിലേക്കാണ്. അതിന് ചുറ്റും തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ടെമ്പിൾസ് കാണാൻ പറ്റും നമുക്ക്. അവിടുത്തെ ആർക്കിടെക്ചറൽ ഡിസൈൻ തന്നെ വേറെയാണ്. നല്ല ഭംഗിയുള്ള, നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറുള്ള ടെമ്പിൾസ്. നമുക്ക് അവിടെ ഇരിക്കാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ മെഡിറ്റേറ്റ് ചെയ്യാം, അങ്ങനെ ഒക്കെ ഉള്ളൊരു ടെമ്പിളാണ്. പുറത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിലും നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ അത്രയും കൂളാണ്. നല്ല ഭംഗി ഉള്ള കുഞ്ഞ് ടെമ്പിൾസ്. മെയിൻ ടെമ്പിളിൻ്റെ പുറത്ത് നല്ല റഷ് ഉണ്ടായിരുന്നു അന്ന് പോയ ദിവസം. പിന്നെ അതിന് ചുറ്റും കുളം, അന്നദാനം ഒക്കെ ഉള്ള ടെമ്പിൾ തന്നെയാണത്. ഇതിന് ചുറ്റും നമുക്ക് നോക്കിയാൽ കാണാം കുറേ സ്ഥലത്ത് ഇങ്ങനെ എന്താണ് തേരും രഥമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അത് അവരുടെ എന്താണ് ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട്, ഒരു സ്പെഷ്യൽ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ അമ്പലത്തിൻ്റെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്. ഇത് മുകളിൽ കാണുന്നൊക്കെ ഉണ്ടോ, അതിൻ്റെ മുകളിൽ ഫുള്ള് കല്ലാണ് അവിടെ പതിച്ചിരിക്കണത്. പിന്നെ അതിന് ചുറ്റും കുറേ പശുക്കളുണ്ടാവും. അപ്പോൾ അവരൊന്നും ചെയ്യില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബനാന നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയാളിപ്പോൾ പശുവിന് ബനാനയൊക്കെ കൊടുത്തിട്ടാണ് ഇരിക്കണത്. പിന്നെ നമുക്ക് വേറെ ടെമ്പിൾസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉള്ളിൽ തന്നെ പശുക്കളെ വളർത്തുന്നുണ്ട്, കണ്ടോ. അതാണ്. പിന്നെ അതിൻ്റെ ടെമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് പശുക്കളെ കാണാൻ പറ്റും. ഒന്നും ചെയ്യില്ല, ആരും ഒന്നും ചെയ്യില്ല. അതാണ്, ആട്ടി പറഞ്ഞയക്കോ അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ പോണത് സെൻറ്റ് മേരീസ് ഐലൻഡ്, മാൽപ്പേ ബീച്ചിലേക്കൊക്കെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ്.